പ്രഭാസ്, പൃഥ്വിരാജ്, ശ്രുതി ഹാസൻ എന്നിവരെ അണിനിരത്തി ഹോംബാല ഫിലിംസിന്റെ പ്രശാന്തിയിൽ ചിത്രം സലാർ ഡിസംബർ 22-ന് വേൾഡ് വൈഡ് റിലീസ് ചെയ്യുന്നു. വിദേശ പഠന സ്വപ്നങ്ങൾക്ക് REG ഇമിഗ്രേഷൻസ് ആൻഡ് എഡ്യൂക്കേഷൻ കേരളത്തിൽ എല്ലായിടത്തും. ശരിക്കും ഈ ഒരു ഫെയിമിനും പൈസയ്ക്കും വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇങ്ങനത്തെ കണ്ടന്റും കാര്യങ്ങളും ചെയ്യുന്നത്? പൊന്നൂസിന്റെ അവിഹിതം ഓവറായി പോയി. അല്ല, അത് ഓവറാണോ ഒരു സ്ത്രീനെ പറ്റിയിട്ടും നമ്മളതൊരു സ്വന്തം ഹസ്ബൻഡ് ആണ് അതൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്നത്. കുറേ പേര് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പൊന്നൂസിന്റെ അവിഹിതം സുജിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചതുകൊണ്ട് സുജിനെ അങ്ങനെ ഇറക്കി വിട്ടു, അങ്ങനത്തെ വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. തമ്മിൽ പരസ്പരം പ്രശ്നം ഉണ്ടാവുന്നു. ഇത് യൂട്യൂബിൽ ഇടാണ്ട് നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് ഒരു കൗൺസിലറെ കണ്ടിട്ടോ നിങ്ങൾക്ക് ഇത് വർക്ക്ഔട്ട് ആവണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യല്ലേ നല്ലത്. അല്ലാതെ 4 ആൾക്കാരെ നമ്മുടെ പ്രശ്നം മൊത്തം അറിയിച്ച് അതിന് നമ്മൾ പൈസ ഉണ്ടായി നിങ്ങളുടെ ദാമ്പത്യത്തിൽ ഒരു നല്ലതും നടക്കണില്ല അവിടെ. ശരിക്കും നിങ്ങൾ മലയാളികളെ ചൂഷണം ചെയ്യായിരുന്നില്ല, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ തന്നെ നിങ്ങൾ ചൂഷണം ചെയ്യായിരുന്നില്ലേ ചോദിക്കുകയാണ്. ആ സീരിയൽ നാടകം കഴിഞ്ഞു. കേരളത്തിൽ തന്നെ ഒരുപാട് എന്താ പറയുക സെൻസേഷൻ ആക്കിയ, അതുപോലെ തന്നെ ഒരുപാട് ട്രോളുകളും ആക്ച്വലി വാരിക്കൂട്ടിയ ഒരു കപ്പിളാണ് മല്ലു ഫാമിലി. ഹായ് ഹായ്. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ ഓൾറെഡി ഭയങ്കര ഫേമസ് ആണ്. കാരണം റീസെന്റ് നടന്ന കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഞാൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ കാര്യത്തിലേക്ക് വരാം. അതായത് ശരിക്കും ഈ ഒരു ഫെയിമിനും പൈസയ്ക്കും വേണ്ടിയിട്ടാണോ നിങ്ങൾ അതുകൊണ്ട് തന്നെയല്ലേ നിങ്ങൾ ഇങ്ങനത്തെ കണ്ടന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ശരിക്കും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ അത് നമ്മൾ വീഡിയോസ് കാണിച്ചിരുന്നില്ല. ശരിക്കും ഇവളെ വീട്ടിൽ തന്നെ ആയിരുന്നു. വീട്ടിൽ ശരിക്കും പറയാൻ കാരണം എന്റെ പെങ്ങള് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പെങ്ങള് വീട്ടിൽ വന്ന സമയത്താണ് ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ട് ഇവള് ഞാൻ അടിപൊളി പോലെ ഉണ്ടായിട്ട് ചേച്ചി ഞാൻ പ്രശ്നം ഉണ്ടായിരുന്നല്ല, ഞങ്ങൾ തമ്മിലുള്ള തന്നെയാണ് പ്രശ്നം ഉണ്ടായത്. പക്ഷെ അപ്പൊ ചേച്ചി അവിടെ വീട്ടിൽ വന്നു എന്നുള്ളതൊരു അതിനെ ചൊല്ലിയിട്ട് കമന്റ്സ് തുടങ്ങി. എന്ത് നാത്തും പോരാണ്. ഞാൻ ഇവള് പോയതിനെ പറ്റി ഞാൻ വീഡിയോസിനെ പറ്റി ഒന്നും ചെയ്തിട്ടുണ്ടെന്നില്ല. പക്ഷെ ആൾക്കാർ ഭയങ്കരമായിട്ട് ഇതിനെപ്പറ്റി ചോദിക്കാൻ തുടങ്ങി. അപ്പൊ ഞാനൊരു വീഡിയോസ് ഇട്ടു. അപ്പൊ അന്നൊരു ടൈറ്റിൽ കൊടുത്തത് ഇങ്ങനെ പൊന്നൂസ് എവിടെയെന്ന് ചോദിച്ചിട്ട് ഞാനൊരു മറ്റേ ക്യാപ്ഷൻ ഇട്ടിട്ട് ഞാനൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോസിന് ഒടുക്കത്തെ വ്യൂസ് വരുന്ന വീഡിയോസിന്. അപ്പൊ എനിക്കൊരു ഇത് കിട്ടി. കാരണം നെഗറ്റീവുകൾക്ക് ആൾക്കാർക്ക് എപ്പോഴും കണ്ടിരിക്കാൻ ഒരു ഇതാണത്. പിറ്റേ ദിവസം ഞാനൊരു നെഗറ്റീവ് തമ്പലേന് കൊടുത്തിട്ട് ഞാൻ എന്നെ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ വർത്തമാനം പറയുന്ന ഒരു വീഡിയോ ഇട്ടു. എനിക്ക് ഇവനെ പണിക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, വേർപ്പിന്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഞാനപ്പോ ആ ഒരു രീതിക്ക് പിറ്റേ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടു. അതങ്ങനെ ഇട്ടപ്പോ അത് റീച്ചായി. പക്ഷെ അതങ്ങനെ ഇട്ടിട്ട് പിന്നെ പോയി. അതേപോലെ തന്നെ നെഗറ്റീവ് തമ്പലേനും വീഡിയോ ആയിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഞാനിങ്ങനെ ഡെയിലി എനിക്ക് മനസ്സിലായി ആൾക്കാർക്ക് എപ്പോഴും അങ്ങനത്തെ കാര്യങ്ങളാണ് കണ്ടിരിക്കാൻ വേണ്ടത് എന്ന് എനിക്ക് തോന്നി. അപ്പൊ ഒബ്വിയസ്ലി അവിടെ പൈസയും ഫെയിമും ഉണ്ടല്ലോ. നമ്മൾ അങ്ങനെ ഒരു കാര്യം നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോൾ പിന്നെ ആൾക്കാർക്ക് അറിയേണ്ടതും പ്രശ്നം. അപ്പൊ ഞാന് പ്രശ്നം എന്താണെന്ന് പറഞ്ഞില്ല. സ്വാഭാവികമായിട്ട് ഞങ്ങളിങ്ങനെ ചെറിയ ഇഷ്യൂ ഉണ്ട്, അങ്ങനെ രീതിക്ക് തന്നെ പറഞ്ഞു പോയി. പിന്നെ കാണിക്കാൻ പറ്റില്ലാത്ത കാര്യങ്ങൾ കാണിച്ചില്ല, അല്ലാത്ത കാര്യങ്ങൾ ഞാൻ അങ്ങനെ പറഞ്ഞു. അതേ രീതിക്ക് അങ്ങനെ പോയി. അതായത് ഒരു തമ്മിൽ ഉണ്ടായിരുന്നു പൊന്നൂസിന്റെ അവിഹിതം എന്ന് പറഞ്ഞിട്ട്. അത് അല്ല, നമ്മള് ഒരു ഹസ്ബൻഡ് ആവുമ്പോ അത് ഒരിക്കലും നമ്മൾ ആരും ഇത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഒരാള് സ്വന്തം ഭാര്യയെ പറ്റി പൊന്നൂസിന്റെ അവിഹിതം എന്ന് പറഞ്ഞിട്ട് ഒരു തമ്മിൽ ഇടുന്നുള്ളത് എന്തുകൊണ്ട് അങ്ങനെ ഒരു തമ്മിൽ ഇട്ടു? അത് ഞാൻ പറയാം. ഞാനിടുന്ന എല്ലാ കമന്റ്സുകളും ഈ തമ്പലീനുകളും കമന്റ്സുകളിൽ നിന്ന് എടുക്കുന്നതാണ്. മറ്റേ ഇതേപോലെ ഓരോ നെഗറ്റീവ് കമന്റ്സ് ആ കമന്റ്സ് കാണുമ്പോഴേക്കും ഇപ്പൊ ഐഡിയ തോന്നുക അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. അപ്പൊ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുമ്പോൾ ആ ഒരു കമന്റ്സ് എടുത്തിട്ട് ഞാൻ ടൈറ്റിലാക്കിയിട്ട് കൊടുക്കും. പിന്നെ അപ്പുറം ഭയങ്കര ഒരു ദേഷ്യവും ഇതൊക്കെ ആയിരുന്നു. കാരണം ശരിക്കും പിരിയും എന്നുള്ളത് തന്നെ ആയിരുന്നു. ഉറപ്പായിട്ടും പിരിയിച്ചിട്ട് തന്നെ ഉള്ള, കാരണം അവിടെ വരെ എത്തിയിട്ടുണ്ടാവുന്നു. സത്യം പറഞ്ഞ ഇപ്പൊ പ്രശ്നം തീർന്നിരിക്കുന്നത് എന്റെ അളിയനും പെങ്ങളൊക്കെ ഉള്ളതാണ്. കാരണം അളിയൻ എന്തെങ്കിലും ഇടപെട്ടിട്ടാണ് പ്രശ്നമില്ലാണ്ട് ഇങ്ങനെ ആയി മാറിയത്. അത് പിന്നെ ഇപ്പൊ തോന്നുന്നു അതിൽ ഓവറായി പോയിന്ന്. അല്ല, അത് ഓവറാണോ ഒരു സ്ത്രീനെ പറ്റിയിട്ടും നമ്മളതൊരു സ്വന്തം ഹസ്ബൻഡ് ആണ് അതൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു തമ്മിൽ കണ്ടപ്പോ അത് ആളിട്ടപ്പോ എങ്ങനെയായിരുന്നു പൊന്നൂസിന്റെ ഒരു? ഞാനങ്ങനെ ഏട്ടനോട് ഡയറക്റ്റ് ഞാൻ ചോദിച്ചൊന്നുമില്ല, കാരണം ഞങ്ങൾ കോണ്ടാക്ട് ഒന്നും ഉണ്ടായിരുന്നു. ഞാൻ ചേച്ചിനോട് ചോദിച്ചപ്പോ എല്ലാവർക്കും ഒരു ഷോക്ക് തന്നെയായിരുന്നു അങ്ങനെ ഒരു തമ്മിലേന്. കാരണം ഇത് ഇടുമ്പോഴാണ് നമ്മൾ തന്നെ എല്ലാവരും അറിയുന്നത് ഇങ്ങനെ തമ്മിലേന് വന്നത്. അപ്പൊ എല്ലാവരും അവിടെ പ്രശ്നങ്ങൾ അതിന് ചൊല്ലിയിട്ടുണ്ടായെന്നാണ്. അപ്പം ഏട്ടൻ ഇങ്ങനെ അറിഞ്ഞത് എന്താണ് ഇങ്ങനെ കമന്റ്സ് വന്നത് കൊണ്ടും പിന്നെ ആ ഒരു കമന്റ്സ് വെച്ചിട്ട് പിന്നെ ആൾക്കാർ വേറെ ചാനൽസ് അത് വെച്ച് വീഡിയോ ഇടാൻ തുടങ്ങിയത്. അപ്പൊ പിന്നെ നമ്മൾ തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാന്ന് വെച്ചിട്ടാണ് ഏട്ടൻ അത് നെഗറ്റീവായി തോന്നുന്നത്. പിന്നീട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഏട്ടൻ നെഗറ്റീവായിട്ട് തോന്നാത്തത് കാരണം ഏട്ടൻ അങ്ങനെ ഒന്നും ഇല്ല എന്നാണ് വീഡിയോയിൽ പറയുന്നത്. തംബ്ലൈൻ ആൾക്കാർ അങ്ങനെ കൊടുത്തത് ഏട്ടൻ്റെ തംബ്ലൈൻ ഇടാം. അപ്പൊ ഒരുപാട് പേര് വീഡിയോസ് ചെയ്തതുകൊണ്ടും ഒരുപാട് കമന്റ്സ് തന്നെ വന്നുകൊണ്ടും എല്ലാവർക്കും അത് ആ വീഡിയോ എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്, കാരണം അങ്ങനെ എടുത്ത് കാണുമ്പോൾ എല്ലാവരും എന്തായാലും ഒബ്വിയസ്ലി ചെക്ക് ചെയ്യുമല്ലോ.
അപ്പൊ അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ ഇട്ടതെന്നാണ് എനിക്ക് എല്ലാവരും സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. കാരണം കുറേ ആ കമന്റ്സിൽ നിന്ന് കുറേ പേര് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പൊന്നൂസിന്റെ അവിഹിതം സുജിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചത് കൊണ്ട് സുജിനെ അങ്ങനെ ഇറക്കി വിട്ടു, അങ്ങനത്തെ വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏട്ടന് ആ ഒരു കമന്റ് പിടിച്ച് കംപ്ലൈന്റ് ആയിട്ട് ഇട്ടത് വീഡിയോയിൽ പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല, നിങ്ങൾ അങ്ങനെ പറയുന്നത് പോലെ ഒന്നും അല്ല എന്നാണ് വീഡിയോയിൽ പറയുന്നത്. വീഡിയോയിൽ പറയുന്നത് എന്താണ് ഈസി ആയിട്ടുള്ള ഒരു സാധനം അല്ലല്ലോ. ഇപ്പൊ ഇതൊക്കെ സംസാരിക്കുമ്പോഴാണ് എനിക്കൊരു ചോദ്യം ആക്ച്വലി ചോദിക്കാൻ തോന്നുന്നത്. അതായത് ശരിക്കും നിങ്ങൾ മലയാളികളെ ചൂഷണം ചെയ്യായിരുന്നില്ലേ? മലയാളി ഓഡിയൻസിനെ, അതായത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ തന്നെ നിങ്ങൾ ചൂഷണം ചെയ്യായിരുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ച. ഏയ് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. കാരണം ആളുകള് നമ്മുടെ അടുത്ത് പൊന്നൂസ് എവിടെ അല്ലെങ്കിൽ ഇന്ന ഇവിടെ ഒരു പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അതിനായിട്ടുള്ള മറുപടി എപ്പോഴും കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ബൈക്കിന്റെ ഒരു പ്രശ്നം വന്നു. ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു തമ്പലൈന് ടൈറ്റിൽ മാറ്റി കൊടുക്കണത് ശരിക്കും ആൾക്കാർ നെഗറ്റീവ് പറയുമ്പോൾ അതെനിക്ക് ഇപ്പോൾ തന്നെ കേൾക്കണമെന്നില്ല. ആ ഏറ്റു തുടങ്ങിയതായത് ഞാനൊരു ബൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്. ഒരു 5 ലക്ഷം രൂപയുടെ ഒരു ബൈക്ക് ഞാൻ 12 ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങിയെന്ന് പറഞ്ഞ് ടൈറ്റിൽ ഇട്ടിട്ട് ഞാനൊരു 2 വർഷം മുന്നേ ഇട്ടു. അത് അന്നാണ് എനിക്ക് ആദ്യമായിട്ട് നെഗറ്റീവ് കമന്റ്സുകൾ വരുന്നത് നന്നായിട്ട്. കാരണം ഞാൻ ഒരു 16K അടുത്ത് നെഗറ്റീവ് കമന്റ്സിന്റെ ഒരു ഇതായിരുന്നു. 67,000 സബ്സ്ക്രൈബുകൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയി ചാനലിൽ നിന്ന് ആദ്യമായിട്ട്. തോന്നുന്നു ഇന്ത്യയിൽ നിന്ന് ആരുടെ ചാനൽ അങ്ങനെ അൺസബ്സ്ക്രൈബ് പോയിട്ടുണ്ടായിരിക്കില്ല. അത് ഞങ്ങളെ മാത്രം പോയി. കാരണം 8,67,000 ആൾക്കാരുണ്ടായിരുന്നതിന് ഒരു 796 കൊണ്ട് പോകുന്നു. കാരണം അൺസബ്സ്ക്രൈബ് ചെയ്ത്. കാരണം ഞാനൊരു 12 ഞാൻ ആ വീഡിയോയിൽ പറയുന്നത് എന്ത്, ഞാൻ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് വാങ്ങിയത് ഒക്കെ ഡീറ്റെയിൽ ഞാൻ വീട്ടിൽ പറയുന്നത്. പക്ഷെ ഞാൻ അത് വരക്കി ടൈറ്റില് മാറ്റി കൊടുത്തൊന്നും നന്നില്ല. ശരിക്കും നല്ല രീതിക്ക് കൊടുത്തു. പക്ഷെ അന്ന് ഞാനൊരു കൊടുത്തു, തെറ്റ് പറ്റില്ല. പക്ഷെ 12 ലക്ഷം രൂപയുടെ വണ്ടി വാങ്ങിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ടൈറ്റിൽ കൊടുത്തു. അതിന് ആൾക്കൊരു ഭയങ്കര പൊങ്കാലയായിരുന്നു എനിക്ക്. അപ്പോൾ അവിടുന്ന് തൊട്ടിട്ടാണ് പിന്നെ എനിക്ക് ഒരു നെഗറ്റീവ് തമ്പലൈൻ അല്ലെങ്കിൽ നെഗറ്റീവ് ഒന്നും അങ്ങനെ വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. ആൾക്കാർ എനിക്കും ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ആൾക്കാർക്ക് എന്തോ നെഗറ്റീവ് കണ്ടിരിക്കാനാണ് എപ്പോഴും ഇഷ്ടം. ഇപ്പൊ ഞാൻ എത്ര നല്ല, ഇപ്പൊ ഞാനെന്നല്ല പൊതുവെ എത്ര നല്ല വീഡിയോസ് ഇട്ടാലും അതിന് വ്യൂ ഉണ്ടായിരിക്കില്ല. പക്ഷെ ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞ വീഡിയോ ഇട്ട ആൾക്കാർ സെർച്ച് ചെയ്ത് പോയിരുന്നിട്ട് വീഡിയോ കാണും. അപ്പൊ ഈ ഒരു പ്രശ്നം ഇപ്പൊ ഞങ്ങൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല, തുടക്കത്തിലൊരു വീഡിയോ ഇട്ടു. ഞാൻ അങ്ങനെ ഒരു തമ്പലൈൻ എഴുതിയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ വ്യൂ കണ്ടപ്പോൾ വീഡിയോയും ആ തമ്പലൈൻ തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടായിരിക്കില്ല. ഞാൻ നോർമലായിട്ട് വീട്ടിലത്തെ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിടാറ്, എപ്പോഴും ചെയ്യുമ്പോൾ ചെയ്യാറ്. പക്ഷെ ടൈറ്റിൽ തമ്പലൈനും ഞാൻ പൊന്നൂസ് എവിടെ, പൊന്നൂസ് ഇവിടെ ഇല്ല, പൊന്നൂസ് പോയി, അങ്ങനെ എഴുതി ഞാനിങ്ങനെ എഴുതിയിട്ടുണ്ട്. ക്ലിക്ക് ബൈറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ നമ്മൾ അവരെ ടാർഗറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇങ്ങനത്തെ തംബ്നെയിൽസ് നമ്മൾ. കാരണം അത്ര തന്നെ ഉള്ളൂ. ഞാൻ പറയുകയാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും ഒരു മാസം നീളുന്ന ഒരു പ്രാങ്ക് അതിന്റെ ഒരു ആവശ്യമില്ല. അങ്ങനെ പ്രാങ്ക് ആയിരുന്നെങ്കിൽ എനിക്ക് 2-3 മാസം കൊണ്ടുവരുന്നു. കാരണം ആ മാസത്തെ വീഡിയോസ് നോക്കി അറിയാം, നല്ല റീച്ച് ഉണ്ടായിരുന്നു. 2-3-4 മാസം അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുവരുന്നു. വല്ല പ്രാങ്ക് ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ നാടകമാണ്, പരമ്പരയാണെന്ന്. അങ്ങനെ പരമ്പര നമുക്ക് എത്ര വേണമെങ്കിലും നീട്ടി കൊണ്ടുപോവാം, ഒരു പ്രശ്നവുമില്ല. അതല്ലാത്തതുകൊണ്ടാണ് നിർത്തി. ഇപ്പോൾ നമ്മള് എല്ലാ പ്രശ്നങ്ങളും തീർന്ന് വീട്ടിലേക്ക് വന്നിട്ട് പിന്നെയും ചെറിയൊരു ഇഷ്യൂ ഉണ്ടായപ്പോ പിന്നെയും ഇവള് പോയി. ആ പോക്ക് ശരി. അതിനെ പറ്റി ഞാൻ വീഡിയോസ് വീണ്ടും വീട്ടിൽ നിന്ന് പോയി. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരാള് പ്രശ്നം ഉണ്ടാവുന്നു, നിങ്ങൾ തമ്മിൽ പരസ്പരം പ്രശ്നം ഉണ്ടാവുന്നു, ഇത് യൂട്യൂബിൽ ഇടാണ്ട് നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് ഒരു കൗൺസിലറെ കണ്ടിട്ടോ നിങ്ങൾക്ക് ഇത് വർക്ക്ഔട്ട് ആവണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യല്ലേ നല്ലത്. അല്ലാതെ 4 ആൾക്കാരെ നമ്മുടെ പ്രശ്നം മൊത്തം അറിയിച്ച് അതിന് നമ്മൾ പൈസ ഉണ്ടാക്കി വീണ്ടും നമ്മൾ അവരോട് മറുപടി പറയാൻ നിൽക്കണം. നിങ്ങളുടെ ദാമ്പത്യത്തിന് ഒരു പ്രശ്നം ഒരു നല്ലത് നടക്കണില്ല അവിടെ. തുടക്കത്തിൽ ഞാന് മറ്റേ വീഡിയോ ഇട്ടു, വീഡിയോ ആദ്യം 1 മന്തോളം വീഡിയോ അതിനെ പറ്റി എക്സ്പ്ലനേഷൻ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ കണ്ടലിന് വെച്ച് പറയാണ്. എക്സ്പ്ലനേഷൻ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല മല്ലു ഫാമിലിയിൽ നിന്ന്. പക്ഷെ അപ്പോഴേക്കും പല തരത്തിലുള്ള കമന്റ്സും പല ചോദ്യങ്ങളും പല കാര്യങ്ങളുമായി. പിന്നെ കാരണം ഇത്രയും നാളും കണ്ടുവന്ന ഒരാള്, ഒരു ഫാമിലി വ്ളോഗിൽ നിന്ന് ഒരാള് പെട്ടെന്ന് സഡൻ ആയിട്ട് ഒരാൾ അവിടെ നിന്ന് മൂവ് ആവുകയാണ്, ഇല്ലാതാവാണ്. 1 മന്തായിട്ട് എന്നെ കാണുന്നേ ഇല്ല. കുറേ പേര് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, ആരും റിപ്ലൈ ചെയ്യുന്നില്ല. അപ്പൊ ആൾക്കാർക്ക് ചോദിച്ചു എന്താ നിങ്ങൾ റിപ്ലൈ തരാത്ത, പൊന്നൂസ് എവിടെയാണെന്ന് ആ ചോദ്യത്തിന് മാത്രം റിപ്ലൈ ഇല്ല, അതിനെ പറ്റി മാത്രം പറയുന്നവട്ട് ഇങ്ങനെ പറയുന്നത് 1 മന്തോളം അങ്ങനെ പറയും. അതിനുശേഷമാണ് ഇങ്ങനെ റിപ്ലൈ കൊടുത്തത്. കാരണം നമ്മളിപ്പോ ഇങ്ങനെ ഫാമിലി വ്ളോഗ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ പലരും ചോദിച്ചാൽ നമ്മൾ അതിന് ആൻസർ ചെയ്യേണ്ടി വരികയാണ്. നമ്മളിപ്പോ പറഞ്ഞില്ലേ, നമ്മൾ ആൻസർ ചെയ്യേണ്ടി വരികയാണ്. ഇതേപോലെ
ഇതേപോലെ നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്ക് എല്ലാവർക്കും ആക്സസ് കൊടുത്തോണ്ട് അതെ. അവര് തന്നെ ചോദിച്ച ചോദ്യമാണ് നിങ്ങളുടെ ഈ സീരിയൽ നാടകം കഴിഞ്ഞു എന്നുള്ളത്. ഞങ്ങളപ്പോ ഇത് റിയലൈസ് ചെയ്യുന്നുണ്ട്. അല്ല ശരിക്കും ഞാൻ ചോദിക്കുകയാണ്, ആ സീരിയൽ നാടകം കഴിഞ്ഞു? അല്ലാതെ സത്യം നാടകമായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സീരിയൽ ഇനിയും നീട്ടിക്കൊണ്ടുപോയായിരുന്നു. ഇപ്പൊ ഞങ്ങളിപ്പോ റിയലൈസ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഇത്രയും ഓപ്പൺ അപ്പ് ആയതുകൊണ്ടാണ് അങ്ങനെ എല്ലാവർക്കും ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ വന്നിട്ട് ജഡ്ജ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ചോദ്യം ചോദിക്കേണ്ടതൊക്കെ ഒരു അവസരം ഞങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുത്തത്. കാരണം നമ്മൾ ഫാമിലി വ്ളോഗ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെ എല്ലാം ഓപ്പൺ അപ്പ് ആയിട്ട് കാണിച്ചത്. നമ്മൾ വീട്ടിൽ എന്ത് നടന്നാലും നമ്മൾ അതൊക്കെ അപ്പം അവർക്കും നമ്മൾ ഒരു ഫാമിലി പോലെ ആയതുകൊണ്ട് അവർക്ക് പിന്നെ അതിൽ ക്വസ്റ്റ്യൻ ചെയ്യാനും ജഡ്ജ് ചെയ്യാനും അതിനൊക്കെ അവർ എന്തുണ്ടായാലും നമ്മുടെ ഫാമിലി എന്തെങ്കിലും അറിയണം എന്നുള്ളൊരു ആ ഒരു ക്യൂരിയോസിറ്റി നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പം അതിപ്പോ ഞങ്ങൾ റിയലൈസ് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞാൽ പിറ്റേ ദിവസം ഞങ്ങൾ ഡെയിലി വീഡിയോസ് ഇടും ഡെയിലി. അപ്പൊ സബ്സ്ക്രൈബ് ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് പിറ്റേ ദിവസം ഞങ്ങൾ എപ്പോഴും അങ്ങനെയായിരുന്നു. പക്ഷെ ഈ ഒരു പ്രശ്നത്തിൽ കൂടെ അതവിടെ നിർത്തി. ഇപ്പൊ ഞങ്ങൾ ചോദിക്കട്ടെ, വാട്ട് ഇസ് പേഴ്സണൽ ആൻഡ് വാട്ട് ഇസ് നോട്ട്? നിങ്ങളുടെ ലൈഫിൽ എന്താണ് പേഴ്സണൽ ആയിട്ടുള്ളത്? അതാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും നാളും അങ്ങനെ പേഴ്സണൽ ആയിട്ട് ഒന്നും വെച്ചിരുന്നില്ല എല്ലാം. കാരണം ഞങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നാളെ ഞങ്ങൾക്ക് പുറത്തുനിന്ന് എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കമന്റ് ഇട്ട് അത് പ്രശ്നമാവുന്ന ടെൻഷൻ എപ്പോഴും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളിപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഒരു കാർ മേടിച്ചപ്പം, ഒരു എക്സാമ്പിൾ പറയുന്നത്, കാർ മേടിച്ചപ്പോൾ അത് ഞങ്ങൾ ഒരു 1 വീക്കോളം കാണിച്ചില്ല. കാരണം അത് കാണിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവുമെന്നൊരു പേടിയായിരുന്നു. പിന്നെ അതൊരു കമന്റ് വന്നു, അയ്യോ ഒരു കാർ മേടിച്ചു നമ്മളാരണം, അങ്ങനെ എന്തോ ഒരു കമന്റ് വന്നപ്പോഴാണ് ഞങ്ങൾ അയ്യോ നമ്മൾ പറയാതിരിക്കുക തെറ്റാണെന്ന്. കൂട്ടുകാരന്റെ വണ്ടിയെ പറഞ്ഞിട്ട് കാട്ടിയ, പക്ഷെ അതിന്റെ നമ്പർ പ്ലേറ്റ് എടുത്തിട്ട് നമ്മള് ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്ത് കിട്ടല്ലോ. അപ്പൊ എന്റെ അമ്മയുടെ പേരാണ് വണ്ടി. അപ്പൊ അതിനെ പറ്റിയിട്ട് ഒരു ചർച്ച ഉണ്ടായി. അപ്പൊ എന്തായാലും ഇപ്പൊ ഇത്രയും നമ്മളെല്ലാം തുറന്നു പറഞ്ഞു. ഇപ്പൊ കാറിന്റെ കേസിന് പറഞ്ഞു, അവിടെ ആക്ച്വലി നോണയാണ് പറഞ്ഞത്, കൂട്ടുകാരന്റെ വണ്ടിയാന്നുള്ളത്. അതുപോലെ അപ്പൊ ഞങ്ങൾക്ക് ഒരു ടെൻഷൻ ആയിരിക്കും, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ പറ്റിക്കുകയാണല്ലോ എന്നുള്ള ഒരു. അതിലേക്ക് ഞാൻ വരുന്നത്, അതായത് ഇപ്പോ തംബ്നെയിലായാലും ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടുമ്പോ ഈ പറ്റിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ട് എന്തെങ്കിലും നേടാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിനെ പറ്റിച്ച് നേടിയെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം നെഗറ്റീവ് തമ്പലൈൻ ഇപ്പൊ ഞാനല്ല ആൾക്കാരെ മിസ്ലീഡ് അല്ലേ? ഇപ്പൊ ഈ നെഗറ്റീവ് തമ്പലൈൻ എന്ന് പറഞ്ഞത് ഞാനല്ല ആദ്യമായിട്ട് കണ്ടുപിടിക്കണതോ അല്ലെങ്കിൽ ഞാനല്ല ആദ്യമായിട്ട് ഇടുന്നതോ അല്ലേ. ആൾക്കാർ ഓപ്പൺ ആക്കി നോക്കാൻ വേണ്ടിയിട്ട് അവരെന്നെ ഇടുന്ന കമന്റ്സുകൾ ഞാൻ തമ്പലൈന് കൊടുക്കുന്നു, ആൾക്കാർ കയറി നോക്കണം. അത്ര തന്നെ ഞാനത് ഉപയോഗിച്ചു, അത്രേ ഉള്ളൂ. പക്ഷെ അത് നമ്മൾ ആൾക്കാരെ പറ്റിക്കന്നെയല്ലേ ആക്ച്വലി ചെയ്യുന്നത്. അത് തുറന്ന് സമ്മതിക്കുന്നതിൽ പ്രശ്നമുണ്ടോ? അല്ല എനിക്കങ്ങനെ തോന്നി. എന്റെ കാര്യമാണ്. ഇപ്പൊ ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുക. പക്ഷെ എന്റെ മൈൻഡ് ഞാൻ പറഞ്ഞാണ്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. തംബ്ലൈൻ നെഗറ്റീവ് ഇട്ട് വെച്ചിട്ട് പറ്റിക്കുന്നു. ഞങ്ങളുടെ ലൈഫിൽ എന്താണെന്ന് ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഒന്നിച്ചിട്ട് പോലും കൂടിയും ഞങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ പറയാതെ ഇന്നതൊക്കെയാണ് ഞങ്ങളുടെ ലൈഫിൽ നടന്നത്. അതുകൊണ്ടൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ പറയാതെ തന്നെ ഞങ്ങൾ ഇപ്പൊ നല്ല രീതിക്കായെന്നുള്ളത് ഞങ്ങൾ അവർക്ക് ക്ലിയർ ചെയ്ത് കൊടുത്ത കാര്യമാണ്. ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇനി ഞങ്ങൾ റിയലൈസ് ചെയ്ത കാര്യമാണ്, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്തൊക്കെ ഞങ്ങൾ പേഴ്സണൽ ആക്കണം അല്ലെങ്കിൽ എന്തൊക്കെ ഞങ്ങൾ തുറന്ന് കാണിക്കണം എന്നുള്ളത്. അതും കൂടി ഞങ്ങൾ 4 വർഷത്തിന്റെ ഇതിന് ഞങ്ങൾ ഇപ്പോഴാണ് ഞങ്ങൾ ശരിക്കും പഠിച്ചത്. അതും ഞങ്ങൾ പഠിച്ചു. പക്ഷെ ഈ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ നിങ്ങൾക്ക് ഒരു പേര് വീണു, നിങ്ങളൊരു ഉഡായിപ്പ് കപ്പിളാന്നുള്ളൊരു പേര് വീണു. നിങ്ങൾ ഒരു ഉഡായിപ്പ് കപ്പിൾ എന്ന് വിളിക്കുമ്പോ അല്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾ എന്ന് പറയുമ്പോ എന്താ പറയാനുള്ളത് നിങ്ങൾക്ക്? കാരണം എന്താ പറയുക, ഇപ്പൊ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇഷ്ടം പോലെ ആൾക്കാർ തെറി വിളിക്കുന്നു. പിന്നല്ല ഇപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് മറ്റുള്ള ആൾക്കാരുടെയൊക്കെ ചാനലിന്റെ ഞാനായിട്ട് കമന്റ് ഇടാൻ പോക്കൊന്നുമില്ല. നമ്മൾ സ്വാഭാവികമായിട്ട് കാണാറുണ്ട്. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമില്ല. അപ്പൊ ഇതും കടന്നു പോകും. കാരണം ഇപ്പൊ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോ ഇപ്പൊ ഇടുന്ന വീഡിയോസിന്റെ അടിയിൽ അത്ര വലിയ നെഗറ്റീവ് കമന്റ്സ് ഒന്നും ഇല്ല. അപ്പൊ അതത്ര മൈൻഡ് വെക്കാറൊന്നുമില്ല. അത് ഓരോ സമയത്ത് ഓരോ അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ഞാനത് അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടാക്കണമെന്നില്ല. നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി, ഇപ്പൊ ഇത്രയും ആൾക്കാരെ കണ്ടു, ഒബ്വിയസ്ലി നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒരു മാസം മന്ത്ലി നിങ്ങൾക്ക് എത്ര റവന്യൂ ജനറേറ്റ് ആയിട്ടുണ്ട് ഈ ഒരു പ്രശ്നത്തിന്റെ ഇടയിൽ യൂട്യൂബിൽ നിന്ന്? ഈ മന്താ തോന്നുന്നു അതിന്റെ റവന്യൂ ഏകദേശം ഒരു ഫിഗർ പറയൂ. ലൈക്ക് 3 ലക്ഷം. 3 ലക്ഷം ആക്ച്വലി നിങ്ങൾ ജനറേറ്റ് ചെയ്തു നിങ്ങളുടെ ആക്ച്വലി ഒരു പേഴ്സണൽ ലൈഫ് പ്രശ്നങ്ങൾ വെച്ചിട്ട്. നമുക്ക് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി കൊണ്ടുപോവാ. ഇനിയിപ്പോ അവളെ വീട്ടിൽ കൊണ്ടുപോയി അത് മറ്റേ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് എനിക്ക് ഇനി ആക്ട് ചെയ്ത് കൊണ്ടുപോകാം. സെക്കൻഡ് ടൈമിൽ ഞാൻ പോയപ്പോ പിന്നെ അവിടെ നിന്ന് ഒരു വീഡിയോ അത് നല്ല പ്രശ്നം 2ാം വട്ടം പോയപ്പോ. അപ്പൊ പിന്നെ അത് എന്റെ അളിയനാണ് വിളിച്ചു. അളിയൻ പറഞ്ഞു, അളിയൻ വന്നിട്ട് സംസാരിക്കാൻ. നമ്മൾ 2 ആഴ്ചത്തോളം വീഡിയോസ് ഇട്ട്, അത് യൂട്യൂബ് നോക്കിയാൽ അറിയാം, ഞങ്ങൾ 2 ആഴ്ച വീഡിയോസ് ഇട്ട്. അത് അപ്പൊ കുറച്ച് നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അളിയൻ വന്നു, ഇവളെ വീട്ടിൽ പോയി ഇവളെന്നെ കൂട്ടിയിട്ട് എന്റെ വീട്ടിലേക്ക് വന്നിട്ട് അളിയനാണ് സംസാരിച്ച് നേരത്തെ പറഞ്ഞ ഒരു കൗൺസിലറെ പോലെ ഇരുന്ന് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ക്ലിയർ ആക്കി എല്ലാം ക്ലിയർ ആക്കി തന്നത് പിന്നെ അളിയനാണ്. ഇപ്പൊ അതിൽ നിന്ന് വേണേ നമുക്ക് നെഗറ്റീവ് തമ്മിൽ ഇട്ട് നമുക്ക് എനിക്ക് വേണേ എന്റെ ചെല്ലൂടായിരുന്നു ഏട്ടനാണെങ്കിൽ. പക്ഷെ ഇപ്പൊ നമ്മൾ ഹസ്ബൻഡ് വൈഫ് ആക്ച്വലി നമ്മളെല്ലാവരും ഭയങ്കര പ്രഷ്യസ് ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. സോ
എനിക്ക് ഭയങ്കര ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള കുറെ പ്രശ്നങ്ങളും കുറെ ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഞാൻ കാണുന്നത്. സോ നിങ്ങൾ അത്രയും മെച്യൂരിറ്റി ഇല്ലാതെയാണെങ്കിൽ പിന്നെ എന്തിനു കല്യാണം കഴിച്ചു? ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്നു, വീണ്ടും ഇപ്പൊ നമ്മൾ റീയുണൈറ്റ് ചെയ്തിട്ട് ഇപ്പൊ വീണ്ടും വീട്ടിലേക്ക് പോകുന്നു. അപ്പൊ ഇതൊക്കെ നമുക്ക് ആക്ച്വലി ഇത് വീട്ടിൽ സംസാരിക്കാതെ നിങ്ങൾക്ക് പരസ്പരം ഇരുന്ന് സംസാരിച്ച് ഇത് സോൾവ് ചെയ്യാനുള്ളതാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അതെ, തോന്നിയിട്ടുണ്ട്. ഇപ്പോഴാണ് തോന്നുന്നത്. കാരണം ആ ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ കല്യാണം കഴിച്ച ഏജ് തന്നെ ഞങ്ങൾക്ക് പാലിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര മാരേജ് ചെയ്യുന്നത്? എനിക്ക് 18 ആയിരുന്നു, 23. ഇപ്പൊ ഭയങ്കര വല്ലാതെ ഞങ്ങളെ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അത്. കാരണം ആ ഒരു ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 2 ഇയേഴ്സോളം ഞങ്ങൾക്കിടയിൽ ഞങ്ങൾ സ്മൂത്ത് ആയിട്ട് പോയത്. പിന്നെ ബേബി ഉണ്ടായതിനു ശേഷം, ഫസ്റ്റ് ബേബി ഉണ്ടായതിനു ശേഷം പിന്നെ ഞാൻ മോനിലേക്ക് ഇങ്ങനെ ഒതുങ്ങി. ഏട്ടൻ ഫിനാൻഷ്യലി സെറ്റിൽ ആവാനായിട്ടുള്ളതും അങ്ങനെ ഏട്ടനും. അപ്പൊ ഞങ്ങള് ഇപ്പം ഞാനിപ്പോ വിശ്വസിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കപ്പിൾസ് ആയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേണ്ടത് കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ പരസ്പരം സംസാരിക്കുക, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എല്ലാം യൂട്യൂബിലൂടെ ആയിരുന്നു. അല്ല, ഞങ്ങൾ സംസാരിക്കും, പക്ഷെ ഞങ്ങൾക്ക് ഉള്ള ഒരു പ്രൈവസി അല്ലെങ്കിൽ ഞങ്ങൾക്ക് മാത്രമായിട്ട് ഒരു ടൈം അങ്ങനെയൊന്നും ഞങ്ങൾക്ക് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മാരേജ് 6 ഇയേഴ്സ് ആവുന്നു. ഇപ്പോൾ 4 ഇയേഴ്സ് ആയിട്ട് ഞങ്ങളുടെ ഇടയിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ഞാൻ മോനിലേക്ക് അങ്ങനെ പോയി, ഏട്ടൻ ഫിനാൻഷ്യലി സെറ്റിൽ ആവാൻ ഏട്ടനും അങ്ങനെ പോയി, ഞങ്ങൾ രണ്ട് ഗണത്തിലേക്ക് അങ്ങനെ പോവായിരുന്നു. അപ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രഷറും കാര്യങ്ങൾക്കും ഉണ്ടായ പ്രശ്നങ്ങളാണ് ഞങ്ങൾ അതിപ്പോ സംസാരിക്കുമ്പോഴാണ് ഞങ്ങളത് ഓരോ കാര്യം ക്ലാരിഫൈ. വീണ്ടും എന്തിനാ നിങ്ങൾ വീട് വിട്ടു പോയത്? അല്ല, ഞങ്ങൾ അപ്പോഴും ഇല്ലേ ആദ്യം പോയിട്ട് രണ്ടാമത് വന്നപ്പോഴും മക്കൾക്ക് വേണ്ടി വരിക എന്നുള്ളൊരു ചെറിയൊരു നമ്മളുടെ ഒരു പ്രശ്നം അത്രേ ഉള്ളൂ. അപ്പൊ അത് പ്രശ്നം നമ്മൾ എന്തായാലും പറയുന്നില്ല. അപ്പൊ അത് ഞങ്ങളുടെ ഉണ്ടായ ഒരു പ്രശ്നം. അപ്പൊ അതിൽ പിന്നെ ഇവള് ആദ്യം പോയി വന്നപ്പോ മക്കൾക്ക് വേണ്ടി വരിക എന്നുള്ളൊരു ഇതായിരുന്നു. രണ്ടുപേരും മക്കൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നെയും വന്നതാണ്. ഫസ്റ്റ് ടൈമിൽ വഴക്കേട് വരെ അതല്ലാണ്ട് നമ്മളിപ്പോ നമ്മുടെ വീട്ടുകാരെയും നമ്മൾ ഇതാക്കുന്നു, ഇപ്പൊ എന്റെ അച്ഛനെ മേലും ഞാൻ വേദനിപ്പിക്കുന്നു, ഇവിടെ ആയാലും. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മുടെ മക്കള് എടുക്കുന്നു. ഇപ്പൊ നമ്മൾ 2 മാസത്തോളം അച്ഛനും അവിടെ നിൽക്കുന്നു, അമ്മ വരെ നിൽക്കുന്നു. ഞാൻ പറയട്ടെ, ഇപ്പൊ നിങ്ങൾ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും നിങ്ങളുടെ യൂട്യൂബിലൂടെ അറിയിക്കുകയാണ്, നിങ്ങൾക്ക് മക്കളുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് റോൾ മോഡലായിട്ടാണ് നിങ്ങളുടെ മക്കള്? നിങ്ങളൊരു ഒബ്വിയസ്ലി മക്കള് വലുതാവുമ്പോ എന്റെ അച്ഛനമ്മ എന്റെ ഇൻസ്പിറേഷൻ ആണ്, എന്റെ റോൾ മോഡലാണ് എന്ന് പറയേണ്ട സ്ഥാനത്ത് നിങ്ങൾ ഈ കാണിക്കുന്നതൊക്കെ അവരെ ഇൻസ്പയർ ചെയ്യുന്ന കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്? അതെ, ഞാൻ ഏട്ടനോട് പറയുന്ന കാര്യമാണ്, നമ്മൾ എന്ത് ചെയ്യും, കുറച്ചുകൂടി വലിയ നമ്മുടെ വീഡിയോസ് നമുക്ക് പ്രൈവറ്റ് ആക്കാം, പക്ഷെ മറ്റ് വീഡിയോസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും ഏട്ടാകുമ്പോ ഏട്ടൻ പറയും ഈ സമയം കടന്നു പോകും. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നതൊക്കെ ഏത് വർഷത്തെ ആണെങ്കിലും നമുക്ക് ഏത് വർഷം വേണമെങ്കിലും കാണാം. അപ്പം ഈ മക്കൾക്ക് എന്ത് മെസ്സേജ് ആണ് ആസ് എ പാരന്റ്സ് നിങ്ങൾ? ഇപ്പൊ ഞങ്ങൾ ഇത്രയും 4 വർഷമായിട്ട് ഞങ്ങൾക്ക് അവർക്ക് പ്രത്യേകിച്ച് ഒരു മെസ്സേജ് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല. ഇനി എവിടെ നിന്ന് അങ്ങോട്ട് വേണം എന്തെങ്കിലുമൊക്കെ അവർക്ക് മനസ്സിലാക്കണം. ഇപ്പോഴാണ് ഞങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു ശേഷമാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യുന്നതും ഞങ്ങളൊക്കെ ഇപ്പോഴാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ. ഇത്രയും കാലം അവരെ ആക്ച്വലി നിങ്ങളുടെ പ്രശ്നത്തിനിടയിൽ അവരെ നിങ്ങൾ ഇതാക്കിയിട്ടില്ല. അയ്യോ, അപ്പൊ ഞാനിവിടെ ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോ തന്നെ അത് ഒരിക്കലും കുട്ടികളെ മുന്നിൽ ചെയ്യില്ല. കുട്ടികളെ ആൾക്കാർ മൊത്തം അറിയില്ല. അതേ പറയാ, ഇപ്പൊ കുട്ടികളെ മുന്നിൽ ഇപ്പൊ ഞാനിവിടെ ചെറിയ അങ്ങോട്ട് ഒരു വർക്കുണ്ടെങ്കിൽ ഒരിക്കലും അത് കുട്ടികളെ മുന്നിൽ വെച്ചിട്ട് അങ്ങനെ ചൂടാവുക ബഹളം കാണിക്കൊന്നുമില്ല. ആൾക്കാരെ മുന്നിലേക്ക് ഇപ്പൊ എന്താണ് ഞാനിവിടെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളതല്ലാണ്ട് അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ഞാൻ ആൾക്കാരെ മുന്നിൽ പറഞ്ഞിട്ടില്ല. ഞാൻ എന്തായിരുന്നു പ്രശ്നം ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ തമ്പലേനുകൾ മാത്രമേ നെഗറ്റീവ് കൊടുത്തുള്ളൂ. വീഡിയോയിൽ ഒന്നും ഞാൻ ഇവളെ കുറ്റം പറയേ അല്ലെങ്കിൽ ഇവളിനെ കുറ്റം പറയേ ഇവളെ വീട്ടുകാരെ ഞാൻ കുറ്റം പറയേ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അതിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. ഞങ്ങളെ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോ ഞങ്ങളുടെ മെച്യൂരിറ്റി കുറവുകൊണ്ടായിരിക്കും ഇത്ര പ്രശ്നം. ഞങ്ങൾക്കതറിയാം, ഞങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. കാരണം ഞങ്ങൾ ഇത്ര ഇപ്പൊ ഈ സംസാരിച്ച് ഇതൊക്കെ എല്ലാം കഴിഞ്ഞ് സംസാരിച്ച് ഇപ്പൊ വിഷ്ണുനായിട്ട് സംസാരിച്ച് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങള് എന്തൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ ഞങ്ങള് സില്ലി ആയിട്ട് വിടേണ്ട കാര്യങ്ങൾ പോലും ഞങ്ങൾക്ക് പ്രശ്നങ്ങളായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ നമ്മളിപ്പോ ഡെലിവറി നിങ്ങൾ അറേഞ്ച് മാരേജ് ലവ് മാരേജ് ആണ്. അപ്പൊ നിങ്ങൾ എന്തായാലും കുറെ കാലം കണ്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് റിയാലിറ്റിയിലേക്ക് വരുമ്പോ നിങ്ങൾ ഒബ്വിയസ്ലി കുറെ ഫാന്റസൈസ് ചെയ്ത് വെച്ച കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ അത് എന്തായാലും ഭയങ്കര വ്യത്യാസമാണ്. എനിക്ക് യൂട്യൂബ് ഒക്കെ തുടങ്ങിയപ്പോഴേക്കും ഞങ്ങളുടെ ലൈഫ് ഞങ്ങള് ഉണ്ടായിരുന്നെന്നും ഭയങ്കര ഡിഫറെന്റ് ആയി പോയി ഞങ്ങളുടെ ലൈഫ് പിന്നീട് അവിടെ നിന്ന്. അപ്പൊ അവിടെ നിന്നൊക്കെ തന്നെ ഞങ്ങളുടെ ഇടയിൽ പതുക്കെ ഇഷ്യൂസ് വന്നു തുടങ്ങി. പിന്നെ ഞാൻ ബേബിയിലേക്ക് മാത്രം പോയി. ഏട്ടൻ അങ്ങനെ ഫിനാൻഷ്യലി അങ്ങനെ ചേച്ചിനെ കല്യാണം കഴിച്ചൊക്കെ ഫിനാൻഷ്യലി സെറ്റിൽ ആവാന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് ഏട്ടൻ പോയി.
അങ്ങനെയൊക്കെ പിന്നെ നമുക്ക് അടുത്ത ബേബി ആയി, പിന്നെ ആകെ നമുക്ക് അതാ പറയണേ, നമ്മള് ഒട്ടും ഭയങ്കര മെച്ചുവേർഡ് അല്ലാത്ത കപ്പിളിന്റെ ഇടയിൽ നമുക്ക് വീണ്ടും കുട്ടികൾ ഉണ്ടാവും. ആ കാര്യങ്ങൾ എനിക്കിപ്പോ ഇതിൽ പറയാനുള്ളത്, നിങ്ങൾ എന്തൊക്കെ കാണിച്ചാലും എഫക്ട് ചെയ്യുന്നത് നാളെ എത്ര വർഷം കഴിഞ്ഞാലും ചില സമയത്ത് അവരിരുന്ന് കാണുമ്പോൾ അന്ന് നിന്റെ അച്ഛനമ്മയും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, ഇത് പിള്ളേരെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. ആക്ച്വലി നിങ്ങൾ പരസ്പരം ഇരുന്ന് സംസാരിച്ച് നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ മക്കളോട് സോറി പറയണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ അല്ല, ഞങ്ങൾ എന്താ പറയാ, ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞു കണ്ടിട്ടുണ്ട് അവന്റെ മക്കളായിരിക്കും. എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മളിങ്ങനെ ഉള്ളിലൊതുക്കി പിന്നെ അത് കരയുന്നതൊക്കെ കാണുന്നവരായിരിക്കും. അപ്പൊ ഞാൻ ആലോചിക്കും, ഈശ്വരാ, ഞാൻ അവരെ മുന്നിൽ കരയുന്ന തെറ്റല്ലേന്ന് നമ്മളിങ്ങനെ. അവരൊന്നും ചെയ്തിട്ടില്ല, അവരാരും ആവശ്യമല്ല ഈ ഭൂമി ജനിക്കണം എന്നുള്ളത്. സോ നമ്മൾ വേണം അതിന്റെ റെസ്പോൺസിബിലിറ്റി എടുത്ത്. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ അതൊക്കെ റിയലൈസ് ചെയ്യുന്നത്, ഞങ്ങളെ എത്രത്തോളം അവർക്ക് ടൈം കൊടുക്കണമായിരുന്നു. ഞങ്ങൾ ഇത്ര എളുപ്പം ഏട്ടനായാലും ഏട്ടന്റെ കാര്യം, ഞാനായാലും എന്റെ കാര്യം, ഇതിന്റെ ഇടയിൽ അവരെ നമ്മൾ നോക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ പ്രശ്നങ്ങൾ അവരെയും കൂടെ എഫക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഉള്ളിൽ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ പ്രവർത്തികൾ ചിലപ്പോ അത്. അതെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങളും ഇത്രയും സംഭവ വികാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. നിങ്ങൾക്ക് ആക്ച്വലി പ്രേക്ഷകരോട് അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസിനോട് എന്താ പറയാനുള്ളത്? ഒരു അവസരം നിങ്ങൾക്ക് തരികയാണെങ്കിൽ അവസാനമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഓഡിയൻസിനോട് സംസാരിക്കാനുണ്ടെങ്കിൽ എന്തായിരിക്കും? വീഡിയോ ഇടും, അത് കുഴപ്പമൊന്നുമില്ല. കാരണം അവിടെ ഞാൻ ഇപ്പൊ നമ്മുടെ ഫാമിലിനെ പറ്റിയിട്ടല്ല, ഇപ്പൊ ഞാനിപ്പോ ഉദാഹരണത്തിന് ഇപ്പൊ ഒരു ചെറിയൊരു ബൈക്ക് വാങ്ങി, കാറ് വാങ്ങി വേണ്ടി അതെന്തറിയോ, ആൾക്കാർക്ക് നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് തന്നെയാണ് ആൾക്കാർ കയറി നോക്കാൻ വേണ്ടിയിട്ടാണ്. എന്റെ അവസാന ക്വസ്റ്റ്യൻ ആക്ച്വലി ആദ്യത്തെ ക്വസ്റ്റ്യനിലെ കണക്ട് ചെയ്യുന്ന ഫെയിമിന് മണിക്ക് വേണ്ടി ഇത് ഞാനല്ല ആദ്യം സമ്മതിച്ചില്ല എന്റെ അടുത്ത്. അതാണ് സമ്മതിക്കണം. ഫെയിമിനും പൈസയ്ക്ക് വേണ്ടിട്ട് തന്നെയാണ്. പൈസയ്ക്ക് വേണ്ടി അങ്ങനെ കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ പ്രൊമോഷനുകൾ എടുക്കാം, ഇഷ്ടം പോലെ കിട്ടും. നമ്മള് 75% നമ്മുടെ യൂട്യൂബില് സ്ത്രീകളാണ് കൂടുതലുള്ളത്. ഈ കറക്റ്റ് ആയിട്ട് ഞാൻ പൈസയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഇനാഗ്രേഷനുകൾ കിട്ടാറുണ്ട്. ഞാൻ പോക്കില്ല, എനിക്ക് കുറച്ച് മടിയുണ്ട് ഇങ്ങനെ ആൾക്കാരെ ഇടയിൽ കൂടെ പോയിട്ട് സംസാരിക്കാനൊക്കെ. അപ്പോൾ അതൊന്നും നമ്മൾ എടുക്കാറില്ല, പ്രൊമോഷനുകൾ അങ്ങനെ എടുക്കാറില്ല. ഞങ്ങള് പൈസയ്ക്ക് വേണ്ടി അങ്ങനെ ഇറങ്ങി തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഇപ്പൊ തന്നെ അറിയണ്ടായിരിക്കും. ഷോർട്സ് ഒക്കെ നമ്മൾ പറയുന്ന പൈസയ്ക്ക് ഷോർട്സ് കിട്ടുന്നുണ്ട് ഈ ബെറ്റിംഗ് ആപ്പുകളൊക്കെ. നമ്മളതൊന്നും ചെയ്യാറില്ല അങ്ങനെ. ഇപ്പൊ ഞാനിപ്പോ 2 ദിവസം അല്ല, ഞാൻ വ്ളോഗുകൾ മാത്രം. ഇപ്പൊ ഞാൻ ഷോർട്സ് ഇട്ടിട്ട് മില്യൺ ആക്കാൻ നോക്കാറില്ല. ഇപ്പൊ ഒരുപാട് ആൾക്ക് ഇപ്പൊ എല്ലാവരും യൂട്യൂബ് തുടങ്ങിയത് ഷോർട്സ് ഇട്ടിട്ട് പെട്ടെന്ന് മില്യൺ കണക്കാം. ഞാൻ ഇതുവരെയും വ്ളോഗ് മാത്രം അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിലിപ്പോ ഈ ഒരു മറ്റേ പ്രശ്നം വന്നില്ലേ, അപ്പൊ ഞാൻ 1300ഓളം വീഡിയോസ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതിലിതപ്പോ ഈ ഒരു 10-25 വീഡിയോസിന് മാത്രമേ ഞാൻ നെഗറ്റീവ് തമ്പനയിന് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഇനി അത് ഇടുന്നാണ് നമ്മൾ ആക്ച്വലി പ്രേക്ഷകരോട് പറയുന്നത് അല്ലേ? കുഴപ്പമൊന്നുമില്ല. അത് മാത്രല്ല, എന്താ പറയാനുള്ളത് പറയും. അല്ല, ഞാൻ പറയാം, അത് പറഞ്ഞ എല്ലാവരും ഒരുപാട് ആൾക്കാർ ഇടുന്നുണ്ട്. അത് എന്തുകൊണ്ട് അങ്ങനെ പാട്ട് ഞാനും അങ്ങനെ ഇടുന്നത് തന്നെയാണ് പറയുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇനി ഫാമിലി ഇതും വീഡിയോയിലേക്ക് ഞങ്ങൾ പുറത്തിറങ്ങുമ്പോ ഇപ്പൊ ഇന്നലെ രാവിലെ ഇപ്പൊ ഞാൻ 3-4 ദിവസം വീഡിയോസ് ഇട്ടിട്ട് അപ്പൊ ഞങ്ങളുടേതായ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങള് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ അപ്പൊ വ്ളോഗിംഗ് ആയിരുന്നു. അങ്ങനെയായിരുന്നു വാങ്ങിയ വീഡിയോ എടുക്കും, ഗോൾഡ് വാങ്ങിയ അതൊന്നും ചെയ്യാറില്ല. ഫാമിലി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യില്ല എന്നാണ്. അല്ല, വീഡിയോസ് ചെയ്യില്ല, പക്ഷെ ഞങ്ങൾ പ്രൈവറ്റ് ആക്കി വെക്കേണ്ട പ്രശ്നങ്ങൾ മാത്രമല്ല. ഞങ്ങളിപ്പോ ആദ്യം കഴിയുമല്ലേ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ വ്ളോഗിംഗ് ആയിരുന്നു അങ്ങനെ. പക്ഷെ ഇപ്പൊ ഞങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ടൈം ഞങ്ങള് വ്ളോഗിങ്ങിന് അല്ലാണ്ട് ഞങ്ങൾക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങൾ പുറത്തുതന്നെയായിരുന്നു. ഞാൻ ഇവിടെ അമ്മയും പാടെ കുറെ പരിപാടി ഉണ്ടായിരുന്നു. വ്ളോഗ് എടുത്തിട്ടില്ല, വ്ളോഗ് ചെയ്തേനെ. പക്ഷെ ഇന്നലെ ഞങ്ങൾ അത് വ്ളോഗ് ചെയ്യാനോ നിങ്ങൾക്ക് കുറച്ച് ക്വാളിറ്റി ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ടൈം വേണം. അത് ഞങ്ങളിപ്പോ ഈ പ്രസന്റേഷൻ ഞങ്ങൾ സംസാരിച്ച് ഞങ്ങൾ ഇരുന്ന് ക്ലാരിഫൈ ചെയ്ത് ഞങ്ങൾ സംസാരിച്ച് ഞങ്ങൾ തന്നെ റിയലൈസ് ചെയ്ത കാര്യങ്ങളാണ് അതൊക്കെ. ഞങ്ങളുടെ മക്കൾക്ക് എന്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഞങ്ങളുടെ പാരന്റ്സിന് എന്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ എത്രത്തോളം ടൈം ഞങ്ങൾ സ്പെൻഡ് ചെയ്യണം, ഞങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കേണ്ടത്, എന്തൊക്കെയാണ് എത്തിക്കേണ്ടതെന്നൊക്കെ ഞങ്ങൾ പിന്നീട് സംസാരിച്ച് ഞങ്ങൾ തന്നെ റിയലൈസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ ഇനി ഹൈഡ് ചെയ്തിട്ട് തന്നെ അതേസരി അവരെ പറ്റിക്കാന്നല്ല. ഒരു ഫാമിലി വ്ളോഗ് ആകുമ്പോൾ ഇനി എങ്ങനെ അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ വേണ്ടെന്നുള്ളതൊക്കെ മറിച്ച് അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പം എനിക്ക് ആക്ച്വലി ഇത്ര കാര്യങ്ങൾ സംസാരിക്കേണ്ടായിരുന്നുള്ളൂ. ആക്ച്വലി നിങ്ങൾ ഇനി നല്ല മെച്ചുവേർഡ് പാരന്റ്സ് ആവട്ടെ. ഐ റിയലി വാണ്ട് ദാറ്റ്. ആൻഡ് ഓൾസോ നിങ്ങളുടെ റിലേഷൻഷിപ്പും ഇനി നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. ഇതെല്ലാം നമുക്കൊരു പേഴ്സണൽ ലൈഫ് ഉണ്ട് ഒബ്വിയസ്ലി, അത് ഒരിക്കലും മറക്കാണ്ടിരിക്കുക. ഇത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ അങ്ങോട്ട് നല്ല അടിപൊളി കാര്യങ്ങൾ വരട്ടെ, നല്ല നല്ല വീഡിയോസ് ഞാൻ കാണാൻ ഇടയാവട്ടെ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. നമ്മുടെ ഹോൾ ടീമിനോട് താങ്ക് യു.
പ്രഭാസ്, പൃഥ്വിരാജ്, ശ്രുതിഹാസൻ എന്നിവരെ അണിനിരത്തി ഹോംബാല ഫിലിംസിന്റെ പ്രശാന്ത് നീൽ ചിത്രം സലാർ ഡിസംബർ 22 വേൾഡ് വൈഡ് റിലീസ് ചെയ്യുന്നു. വിദേശ പഠന സ്വപ്നങ്ങൾക്ക് REG ഇമിഗ്രേഷൻസ് ആൻഡ് എഡ്യൂക്കേഷൻ, കേരളത്തിൽ എല്ലായിടത്തും.